ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ വർത്താനം സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ സൂവിൽ പോയ വീഡിയോ 3-ാം പാർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. കുറേ പുലിയും സിംഹത്തിനെയും ടൈഗറിനെയും സീബറിനെയും ഹൈനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബേർഡ്സിനെയും കാണുന്നുണ്ട്, പല വിധത്തിലുള്ള ബേർഡ്സിനെയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ അവസാനത്തെ വീഡിയോ കാണണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സിംഹത്തായിട്ടാണ് കണ്ടത്. അപ്പോൾ സിംഹത്തൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകമാണ് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ സിംഹത്തെ കാണുമ്പോൾ. പിന്നെ ഞാൻ പക്ഷികളെ കണ്ടു. പക്ഷികൾ തന്നെ പല സൈസിലുണ്ട്, മീഡിയമായിട്ടും വലിയതായിട്ടും ചെറുതായിട്ടും. അപ്പോൾ വേഴാമ്പലിനാണോ അതിൻ്റെ കൊക്ക് കാണാൻ അടിപൊളിയായിട്ടോ. പക്ഷികൾ തന്നെ അടിപൊളിയാണ്, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാ പക്ഷികളെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയൊരു പക്ഷിനെ കണ്ടിട്ട് ഞങ്ങൾ. പിന്നെ കുഞ്ഞു കുഞ്ഞു പക്ഷികളും ലവ് ബേർഡ്സ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പുലിനെ കണ്ടു കേട്ടോ. അവരൊക്കെ ഭയങ്കര ഉറക്കമാണ്, ടൈഗറും വലിയ ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സീബറിൻ്റെ കൂട്ടത്തെ കണ്ടു കേട്ടോ. സീബറിനെ എല്ലാ ജന്തുക്കളും ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ കണ്ട ജന്തുക്കൾ ആകെ മാന് മാത്രമേ ഉള്ളൂ. പിന്നെ ചീറ്റനെ കണ്ടിട്ടോ ഞങ്ങൾ. ചീറ്റ ബാക്കിയുള്ളവരെ പോലൊന്നും അല്ല, ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചീറ്റനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കരുതി ഇങ്ങോട്ട് എടുത്തേക്കല്ല, ഈ മരത്തിൻ്റെ അടുത്തേക്കൊക്കെ വരുന്ന കരുതിയത്. പക്ഷെ അവിടെ അച്ചത്ത് പോയി നിൽക്കുകയാണ്. അപ്പോൾ സൂം ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ചീറ്റനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ ഇവൻ ഭയങ്കര വ്യത്യസ്തനാണ്. ടൈഗറും പിന്നെ ലയണും എല്ലാവരും ഉറങ്ങിയിരുന്നു, പക്ഷെ ഇപ്പം മാത്രം നീച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനും കുറേ നേരം നോക്കി നിട്ടോ. എനിക്ക് ചീറ്റനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിന് കുറേ നേരം നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത്, കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു കുരങ്ങൻ്റെ അടുത്തേക്കാണ്. പിന്നെ ഞങ്ങൾ പോയത് കുറുക്കൻ്റെ അടുത്തേക്ക് കേട്ടോ. ചിലത് ഉറങ്ങുന്നുണ്ട്, ചിലത് ഇങ്ങനെ നീച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നീച്ച് നടക്കണേന് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് ഹൈനനെയാണ് കേട്ടോ. ഹൈനനെ കണ്ടു. പിന്നെ ഞങ്ങൾ മാൻവർഗത്തിൽപ്പെട്ട കുറച്ച് വലിയ മാനുകളെ കണ്ടു കേട്ടോ. ഇയാളെ അടുത്തേക്കിട്ട് പോയിട്ടൊരു മണം. പിന്നെ മാനുകൾ വർഗത്ത് ഇത് മാനാട്ടോ. പിന്നെ മാനുകൾ വർഗത്തിൽപ്പെട്ട ചെറിയ മാനുകളെയും കണ്ടുട്ടോ ഞങ്ങൾ ചെറിയ മാനുകളെ കണ്ടു. പിന്നെ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു മസിൽ അടിപൊളിയാണ് കേട്ടോ, കാട്ടുപോത്ത്. പിന്നെ ഞങ്ങൾ ഒരു വയസ്സായ ഒരു ആനനെ കണ്ടു കേട്ടോ. കണ്ടിട്ട് പാവം തോന്നുന്നു, കൊമ്പനാന. നല്ല രസമാണ്, കൊമ്പ് കാണാൻ, തുമ്പി കൈയും കാണാൻ ഭയങ്കര രസമുണ്ട്. അപ്പോൾ അതിനും കുറച്ച് നേരം നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ആടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുരങ്ങനെ കണ്ടു കേട്ടോ. ആൾക്കെന്തോ വലിയ പണിയിലാണ്. പിന്നെ ഞാൻ കണ്ടത് ഒരു കരടിനെ കേട്ടോ. ഈ കരടി പറയുന്നത് ഭയങ്കര ചാടക്കാരനാണ്. ക്യാമറയ്ക്ക് നോക്കണ പോലും ഇല്ല കേട്ടോ, അത്രയും ചാട. എൻ്റെ മുഖം തിരിച്ചിന പോലും ഇല്ല. അപ്പോൾ അതിനും കുറേ കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഞാൻ മൃഗങ്ങളേലും ഏറ്റവും കുറ്റം പറഞ്ഞത് ഈ കരടിനെ, കാരണം അത്രയും ചാട. പിന്നെ ഞാൻ കണ്ടത് ടൈഗറിനെ കേട്ടോ. അത് ഉറങ്ങാണ്. പിന്നെ ഞാൻ കണ്ടത് പിന്നെ ഇങ്ങനെ സസ്യങ്ങളാണ് കേട്ടോ. ബൈക്കൂടി നടക്കാൻ ഭയങ്കര രസമാണ്. ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ അവധിയല്ലേ, എനിക്ക് അവധിയാണ് വ്യാഴാഴ്ച.